വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും കുറേ ഹായ്. കാരണം അത്രയും പേര് എൻ്റെ അടുത്ത്, ഞാനൊരു 2-3 മാസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സും കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, എന്താ ഇപ്പോൾ വീഡിയോ ചെയ്യാത്തേ, കുറേ ആയല്ലോ കണ്ടിട്ട് എന്നൊക്കെ. പിന്നെ മിനിയാന്ന് ഞാനൊരു ഫംഗ്ഷന് പോയ സമയത്ത് അവിടെയുള്ള കുറച്ച് 1-2 അമ്മൂമ്മമാർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എന്താ മോളെ ഇപ്പോൾ വീഡിയോ ഒന്നും കാണാറില്ലല്ലോ, വീഡിയോ ഒക്കെ നിർത്തിയോ, വീഡിയോ ഒക്കെ ചെയ്യണേ, അത് കാണുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം എന്നൊക്കെ. അത് കേട്ടപ്പോൾ എനിക്ക് അയ്യോ, ഞാനിങ്ങനെ പൊങ്ങി ഞാൻ ആകാശത്തെത്തി. കേട്ടപ്പോൾ സന്തോഷമായി. അപ്പം ഞാൻ ഓർത്തു എന്തായാലും വീഡിയോ ചെയ്യാം. പിന്നെ ഇന്ന് എന്തായാലും അത്തമാണിന്ന്. പിന്നെ അത്തം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പൂക്കളം ഇടുന്നതും, അത് പിന്നെ അത്തം എന്ന് പറയുമ്പോൾ പൂക്കളം ഇടുക മീൻസ് പണ്ടൊക്കെ ഞാനും ചേച്ചിയും എൻ്റെ കസിൻസൊക്കെ പൂ മേടിക്കലല്ലായിരുന്നോ. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു കവർ നിറയെ പൂവ് മേടിച്ച് വന്നിരിക്കുക. ഇത് കണ്ടോ, പണ്ട് പൂവ് നമ്മൾ മേടിക്കാറൊന്നുമില്ല. പൂവ് അടുത്ത വീടുകളിലൊക്കെ പോയിട്ട് പറിച്ച് കൊണ്ടുവരും. കുറേ പൂ കിട്ടും. അങ്ങനെ എന്നിട്ട് എനിക്ക് ഓർമ്മ വരുന്ന, ഇപ്പോൾ ഞാൻ കുഞ്ഞിതലായ സമയത്ത് ഞാൻ 1-ലോ 2-ലോ പഠിക്കുന്ന സമയത്ത് അങ്ങനെ എന്തോ ആണ്, അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള കുളത്തിൽ പോയിട്ട് ആമ്പൽ പറിക്കാൻ വേണ്ടി പോയി. എൻ്റെ അച്ഛൻ വന്നിട്ട് അച്ഛൻ ഞങ്ങൾ അവിടേക്ക് പോയത് അറിഞ്ഞിട്ടില്ല, ആരോ അറിഞ്ഞതാണ് ഞങ്ങൾ കുളത്തിൽ ആമ്പൽ പറിക്കാൻ പോയിട്ടുണ്ടെന്ന്. അച്ഛൻ വടിയും കൊണ്ടുവന്നു. എന്നിട്ട് ഞാനും ചേച്ചിയും ഓടി രക്ഷപ്പെട്ടു. ഓടി വീട്ടിലെത്തിയിട്ട് ഞാൻ എവിടെയോ ഒളിച്ചിരുന്നു. ചേച്ചിക്ക് മാത്രം അടി കിട്ടി. എനിക്ക് ഈ കഥ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. കാരണം ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. എനിക്ക് അടി കിട്ടാണ്ട് അവൾക്ക് മാത്രം അടി കിട്ടിയത്. പിന്നെന്താ, പിന്നെ നമുക്കിപ്പോൾ പൂ ഇട്ടാലോ, പൂ അരിയണം, പൂ വെട്ടണം. അത്തമാണ്. അത്തം എന്ന് പറയുമ്പം അത്തം 10-ന് തിരുവോണം എന്നല്ലേ. ഞങ്ങളിവിടെയൊക്കെ 10 ദിവസം പൂവിടും. അത്തം മുതൽ 10 ദിവസം പൂവിടും. ഇപ്പം മഴയൊക്കെ ആയത് കാരണം നമ്മൾ സിറ്റ് ഔട്ടിലാണ് പൂവിടാൻ നോക്കാം. പൂവ് ഞാൻ വെട്ടേണ്ടതൊക്കെ കാണിച്ചു തരാം, പൂവിടുന്നത് കാണിച്ചു തരാം. പിന്നെ ഓണത്തിന് ഞാൻ ഡ്രസ്സ് എടുത്തു. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുക. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം, പിന്നത്തെ എൻ്റെ വ്ളോഗിൽ. അല്ലെങ്കിൽ എൻ്റെ ഓണത്തിന് ഞാൻ ഇടുമ്പോൾ കാണാം. ആക്ച്വലി നല്ല രസമായിരുന്നു അന്നൊക്കെ. എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് ശ്രീജിത്ത്, പൊന്നു, മിന്നു, ചിന്നു, പ്രത്യുഷ. നമ്മളെല്ലാവരും കൂടെ പൂ പറിക്കാൻ വേണ്ടി പോകും. അന്ന് കുഞ്ഞിതിൽ പൂ പറിക്കാൻ വേണ്ടി പോയിട്ട് ഏറ്റവും കൂടുതൽ പൂ ആരെ കളക്ട് ചെയ്യാമെന്നൊക്കെ നോക്കിയിട്ട് ഒരു കോമ്പറ്റീഷനായിരുന്നു. നല്ല രസമായിരുന്നു. അതൊക്കെ മിസ് ചെയ്യുന്നു. എനിക്ക് അത് മാത്രമല്ല, എനിക്ക് അവരെയും മിസ് ചെയ്യുന്നു. അവരും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ഇവിടെ നിന്ന് വീടൊക്കെ മാറിപ്പോയി. എനിക്ക് അവരെയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പണ്ട് കുഞ്ഞിതിൽ സിറ്റ് ഔട്ടിലൊന്നുമല്ലായിരുന്നു നമ്മൾ പൂവിടുക. നമ്മൾ അത്തത്തിൻ്റെ തലേ ദിവസം മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് തറ കെട്ടും. മണ്ണുകൊണ്ട് തറ കെട്ടും. ഒന്നെങ്കിൽ സർക്കിളിൽ അല്ലെങ്കിൽ സ്ക്വയറിൽ തറ കെട്ടിയിട്ട് വെക്കും. എന്നിട്ട് അടുത്ത ദിവസം അച്ഛൻ എനിക്ക് അതിൻ്റെ മുകളിൽ എന്താണോ പൂവിടാൻ പോകുന്നത് അതിൻ്റെ പിക്ചർ വരച്ച് തരും. എന്നിട്ട് ഞാൻ കാത്തിരിക്കുകയായിരിക്കും അതിൻ്റെ മുകളിൽ പൂവിടാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഓർമ്മ വരുന്നു. അതൊക്കെയായിരുന്നു ശരിക്കും ഓണം എന്ന് പറയുമ്പോൾ. ശരിക്കും ഓണം അതായിരുന്നു രസം. ഇപ്പോഴത്തേന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ മാത്രം ഇങ്ങനെ പൂവ് വെട്ടണം, അരിയണം, ഇടണം ഒക്കെ. അന്ന് ഇവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ചേച്ചി ഉണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, അമ്മ എനിക്ക് തറയുടെ മുകളിൽ കരിയൊക്കെ തേച്ചൊക്കെ തരും. ഇപ്പം ആരും ഒന്നുമില്ല. ഇപ്പം എല്ലാവർക്കും എല്ലാ ദിവസവും ഒരേപോലെ. ഓണമാകുമ്പോൾ അല്ലെങ്കിൽ രസമായിരുന്നു കുഞ്ഞിതായ സമയത്ത്. പിന്നെന്താ,
ഇതാണ് ഞാനിട്ട പൂക്കളം, കുഞ്ഞിപ്പൂക്കളം. ഇത് പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ടേ എനിക്ക് അമ്പലത്തിൽ പോകാനുണ്ട്. അപ്പോൾ എനിക്ക് ടൈമില്ല. അപ്പോൾ ഞാൻ വേഗം പോവാം. അപ്പോൾ ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നു. ബായ് പറയാൻ പോവാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ബായ്.